ആകാശവാണി വാർത്താ അവതാരകൻ എം രാമചന്ദ്രൻ അന്തരിച്ചു. ശബ്ദത്തിലൂടെ വാർത്തയെ ജനകീയമാക്കിയ വാർത്താ അവതാരകനായിരുന്നു രാമചന്ദ്രൻ. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ബിജു മുത്തത്ത് ചേരുന്നു. ബിജു, ഒരുപക്ഷെ മലയാളികൾക്ക് യേശുദാസിൻ്റെ ശബ്ദം പോലെ ചിരപരിചിതമായ ഒരു ശബ്ദം രാമചന്ദ്രൻ. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന് കേട്ടിട്ടില്ലാത്ത മലയാളികളില്ല. അങ്ങനെ ശബ്ദ സാന്നിധ്യം അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് രാമചന്ദ്രനെ ഈ സാഹചര്യത്തിൽ ഓർക്കാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിലെ ഗ്ലാമർ താരം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ ഗ്ലാമർ താരം തന്നെയാണ് വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രൻ. എത്രയോ വാർത്തകൾ, ഒരു കാലഘട്ടത്തിൻ്റെ വാർത്ത നമ്മൾ അറിഞ്ഞത്, ഒരു തലമുറയുടെ വാർത്ത നമ്മൾ അറിഞ്ഞത് ഈ ശബ്ദത്തിലൂടെയാണ്. ഇപ്പോൾ സിജു പറഞ്ഞതുപോലെ തന്നെ യേശുദാസിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നത് പോലെ തന്നെ തിരിച്ചറിയാവുന്ന ഒരു ശബ്ദമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തായാലും വലിയ വലിയ രാഷ്ട്രീയ നേതാക്കളുടെ മരണമായാലും രാമചന്ദ്രൻ്റെ ശബ്ദത്തിൻ്റെ ഒരു വശ്യതയില്ല, അതിൻ്റെ ഒരു മാന്ത്രികത ഉള്ള ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പുള്ള ഈ ഞായറാഴ്ചകളിൽ നമ്മൾ പഴയ കാലത്തെ ആളുകൾക്കൊക്കെ അറിയാം, ആ ഞായറാഴ്ചകളിൽ അദ്ദേഹത്തിൻ്റെ കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സെഗ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പുള്ള, അദ്ദേഹത്തിൻ്റെ ആ പറച്ചിലിൻ്റെ തന്നെ ഒരു കൗതുകം നമുക്കറിയാം. കൗതുക വാർത്തകൾ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് തന്നെ അദ്ദേഹത്തിൻ്റേത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ മരണ വാർത്തകൾ വായിച്ച ആ ഒരു സമയമൊക്കെ 84-ൽ അന്ന് തൊട്ട് ഒക്കെ ആളുകളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ ഒരു ദുഃഖവാർത്ത വായിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു വിഷാദ ചെവി കലർന്ന ശബ്ദവും, കൗതുക വാർത്ത വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാസ്യ സ്വഭാവമുള്ള ശബ്ദവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു തരം ശബ്ദ മാന്ത്രികനായിരുന്നു ആകാശവാണിയിൽ നിന്ന് ഇപ്പോൾ വാർത്ത വായിക്കാതായ രാമചന്ദ്രൻ്റെ വിയോഗം എന്ന് പറയുന്നത്. അത്രയേറെ ഒരു മാന്ത്രികതയുള്ള ഒരു ശബ്ദത്തിലൂടെ മലയാളി മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു വാർത്താ വായനക്കാരനാണ് രാമചന്ദ്രൻ. കൈരളിയുടെ സാക്ഷി എന്ന പരിപാടി പലരും ഓർക്കുന്നുണ്ടാകും. സാക്ഷിക്കെന്താ കൊമ്പുണ്ടോ എന്ന് പറയുന്ന ആ ശബ്ദം, ആ പരിപാടിയിൽ അവതാരകരൊന്നും ഇല്ലാത്ത, ഇന്ന് കാണുന്ന പോലെ അവതാരകരൊന്നും ഇല്ലാത്തൊരു ആക്ഷേപഹാസ്യ പരിപാടിയായിരുന്നു, ഒരു സാമൂഹ്യ വിമർശന ആക്ഷേപഹാസ്യ പരിപാടിയായിരുന്നു കൈരളിയുടെ സാക്ഷി എന്ന് പറയുന്നത്. ആ സാക്ഷിയുടെ ശബ്ദം നമുക്ക് ഒരുപാട് വാർത്താ വായന നിർത്തി അദ്ദേഹം ഈ സർവീസിൽ നിന്നൊക്കെ വിരമിച്ച് നീണ്ട കാലത്തിന് ശേഷം മലയാളിയുടെ മനസ്സിലേക്ക് വ്യത്യസ്തമായൊരു ഭാഷയിൽ കടന്നു വന്ന ഒരു പരിപാടിയാണ്. പക്ഷേ മുത്തത്തി ബിജു, ഈ അദ്ദേഹത്തിൻ്റെ ശബ്ദം അദ്ദേഹത്തിൻ്റെ ശബ്ദം, അതായത് വളരെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നു എന്ന തരത്തിൽ ഒരു കൗതുക വാർത്ത അവതരിപ്പിച്ചു എന്ന പോലെ കൗതുകമായ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു കൗതുകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം. അതായത് എവിടെ നിന്നാലും ഏത് മലയാളിക്കും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ. മുത്തത്തി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് വാർത്തയും ആ വാർത്ത വായിക്കുന്നതിൻ്റെ ഒരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുന്ന, ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത വായിക്കുമ്പോൾ, അങ്ങനെ വളരെ കൃത്യമായി ആ ആസ്വാദകന് കൃത്യമായി ആ ഒരു അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദം, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ. പുതിയ കാലഘട്ടത്തിലെ ഈ പുതിയ സാങ്കേതികവിദ്യ ശബ്ദ സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ പോലും രാമചന്ദ്രൻ വേറിട്ട് തന്നെ നിൽക്കുകയാണ്.